കസ്റ്റമർ ഡിലൈറ്റിൽ സീറോ ക്ലയൻറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള ഒരു കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറുണ്ട്. അപ്പോൾ അതിൽ കുറേ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ലിസൺ, ആസ്ക് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ്, റിസർച്ച് ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഡസ്ട്രി, സീക്ക് ഫീഡ്ബാക്ക് റെഗുലർലി, ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്പ്, ടൈലർ യുവർ സർവീസസ് ടു ദെയർ നീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഉള്ള സംഭവമാണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ കോമൺ സെൻസ് പക്ഷെ നമ്മുടെ കോമൺ സെൻസ് ചില ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല. നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് ഡബിളായിട്ട് നമുക്ക് തന്നെ തിരിച്ച് എഫക്റ്റ് ചെയ്യും. ഒരു സ്റ്റോറി പറയാൻ, അതായത് ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. CFO ആയിട്ടുള്ള പോസ്റ്റിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. CFO എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഭയങ്കര പാക്കേജാണ്, വലിയ സാലറിയൊക്കെ. അപ്പോൾ അത് പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കക്കാരുണ്ട്, ന്യൂസിലാൻഡിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഓണർ വന്നിട്ട് പറയും, ഒരു ചോദ്യം ചോദിക്കും, അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങളെ ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യും പറയും. ഓണർ ചോദിക്കുന്ന ചോദ്യം 1+1 എത്രയാണ്, 1+1 എത്രയാണെന്ന് ചോദിക്കും. അപ്പം ആദ്യം ആ ചോദ്യം ചോദിക്കുന്ന അമേരിക്കക്കാരൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പം അമേരിക്കക്കാരൻ ആ ചോദ്യം കേട്ടിട്ട് പുള്ളി ഭയങ്കര റാഷായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇൻ്റർവ്യൂവിന് ചോദിക്കേണ്ട ചോദ്യമാണോ, ഞാൻ വന്നത് അമേരിക്കയിൽ നിന്നാണ്, എനിക്ക് ഇത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഇതിൻ്റെ ആൻസർ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പം പറയുമ്പോൾ തന്നെ ഓണർ പറയും ഗെറ്റ് ഔട്ട് എന്ന് പറയും. ഞാൻ അമേരിക്കക്കാരനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് ആ ചോദ്യം ഒരു ചൈനക്കാരൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ചൈനക്കാരൻ പറയും എനിക്കിതിൻ്റെ ആൻസർ അറിയാം, പക്ഷേ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് ചൈനക്കാരൻ ഇട്ടിരിക്കുന്ന കണ്ണാടിയുടെ സൈഡിൽ കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ കണ്ണാടിയിൽ ഒരു സ്ക്രീൻ വരും. സ്ക്രീൻ വന്നിട്ട് അതിനകത്ത് 1+1 എന്ന് പറയും. ചൈനക്കാരൻ പറയും ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയും. അപ്പോൾ ഓണർ അത് കേട്ടിട്ട് പറയും ഗെറ്റ് ഔട്ട് എന്ന് പറയും. പിന്നെ ആ ചോദ്യം ചോദിക്കുന്നത് ഒരു പാലക്കാടൻ പട്ടെടുത്ത് 1+1 എത്രയെന്ന് ചോദിക്കുമ്പോൾ പട്ടർ ഇങ്ങനെ ചിരിച്ചിട്ട് പറയും 1+1 ഇപ്പം എത്ര ആക്കണ്ടേ. അപ്പോൾ ഓണർ ചോദിക്കും എന്താ എന്ന് ചോദിക്കും. അപ്പോൾ പട്ടർ പറയും 1+1 എന്ന് പറയുന്നത് 2 ആക്കണോ, ആക്കാം, 3 ആക്കണോ, ആക്കാം, ഇനി 1 ആക്കണ്ടേ, അതിനും റെഡിയാന്ന് പറയും. എന്നിട്ട് ഓണർ അടുത്ത് പറയും ആ കണക്കൊക്കെ എടുത്തിട്ടോ ബാക്കി ഞാൻ ശരിയാക്കാം, അതല്ല എൻ്റെ പണി എന്നിട്ട് പറഞ്ഞിട്ട് പട്ടർ പറയും 1+1 ആണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ ബാക്കി കാര്യങ്ങൾ അത് എൻ്റെ ജോലിയാണെന്ന് പറയും. അപ്പം ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് ഇതാണ് കോമൺ സെൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ കോമൺ സെൻസ് ബ്രില്യൻ്റായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ ടേബിളിൽ വരുന്ന വർക്ക് എന്തിനാണ്, ഏത് ക്ലയൻറ്റിനാണ്, ക്ലയൻറ്റിൻ്റെ യൂസ് എന്താണ്, ഇത് ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. കോപ്പി തരുന്ന ആളുടെടുത്തും ബ്രീഫ് തരുന്ന ആളുടെടുത്തും നിങ്ങൾ ചോദിക്കുക. നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു ക്ലയൻറ്റ് റിജക്ഷൻസ് ഒരു പരിധി വരെ നമുക്ക് അതുവഴി മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു.